നമസ്കാരം, രുചിസ്മൃതത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. എല്ലാവർക്കും തന്നെ നാടൻ വിഭവങ്ങൾ കൂട്ടി ഊണ് കഴിക്കാൻ വളരെ ഇഷ്ടമാണല്ലേ? അത്തരമൊരു നാടൻ ഉച്ചയൂണാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ടാവില്ലേ? എങ്കിൽ വീഡിയോ കാണാം. ഇത് വാഴത്തട അരിഞ്ഞു വെച്ചേക്കുന്നതാണേ. അപ്പം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയ വാഴയുടെ തടയാണ്. ഇത് കപ്പവാഴയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ കപ്പവാഴ എടുക്കുവോ? ഞങ്ങളൊക്കെ ഏത്തനും പാളയം തുടനെ മാത്രമേ എടുക്കാറുള്ളൂ, കപ്പവാഴ എടുക്കുമെന്ന്. പക്ഷെ ഞാൻ കപ്പവാഴയുടെ തട ഉപയോഗിക്കാറുണ്ട്, കൂമ്പ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ കൂമ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ നല്ല രുചിയുണ്ടാവും. അപ്പോൾ ഇതുവരെ കപ്പവാഴത്തടയും കൂമ്പും ഒന്നും ഉപയോഗിക്കാത്തവർ ഒന്ന് കറി വെച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നാരാണ് ഞാനിങ്ങനെ കയ്യിൽ ചുറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് നാര് കൂടുതലുണ്ടാവും. ഞാനിങ്ങനെ കയ്യിൽ ചുറ്റി വെച്ചേക്കുവാണ്. ഫിംഗർ ക്യാപ്പ് പോലെ തോന്നുന്നുണ്ടല്ലേ? അപ്പം ഞാനിത് ഊരിയെടുത്തിട്ട് ഞാൻ മോൾക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം മോൾക്കത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അവൾക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഞാനത് വീണ്ടും കയ്യിൽ തന്നെ ഇട്ടിട്ട് അത് വെച്ച് തന്നെ അരിഞ്ഞെടുക്കുകയാണ്, തോരൻ അരിഞ്ഞെടുക്കുകയാണ്. ഫിംഗർ ക്യാപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇത് തന്നെ കയ്യിൽ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെ തോരത്തിന് അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ നുറുക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ കുറച്ച് താമസം എടുക്കും. പക്ഷെ എൻ്റെ ഉണ്ടായിരുന്നൊരു ചോപ്പർ ചീത്തയായപ്പോൾ കൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ രക്ഷയുള്ളൂ. പിന്നെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുകയാണേ. ഇപ്പോൾ കുറച്ച് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഇതുപോലെ പുളിങ്കറിക്ക് എടുക്കുകയാണ്. പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പുളി ഒക്കെ ഓരോരുത്തരുടെയും നാവിൻ്റെ രുചിക്ക് അനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുകും ജീരകവും പൊട്ടിച്ച് അതിലേക്ക് ഒരു സവാള ഇതേപോലെ ഒന്ന് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ അതിലേക്ക് കായപ്പൊടി, ഉലുവാപ്പൊടി എന്നിവയും ചേർത്ത് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇനി കട്ടക്കായമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തട വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് തന്നെ കായം ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ചേക്കുന്ന തട ഇതിലേത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നല്ല ഒന്നാന്തരം ഒരു കറിയാണ് കേട്ടോ. ചോറിനൊപ്പം കഴിക്കാൻ, ഗോതമ്പ് പുട്ടിനൊപ്പം കഴിക്കാനൊക്കെ വളരെ നല്ലൊരു കറിയാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന വാഴത്തോട കൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാം. ആ തോരനുണ്ടാക്കാനായിട്ട് ഞാൻ എണ്ണയിലേക്ക് കടുകും ജീരകവും പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ പൊടിയെ അരിഞ്ഞു വെച്ചേക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സവാള പൊടിയെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് തട്ടിപ്പൊത്തി ചെറുതീയിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തട്ടിപ്പൊത്തുക എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി ഒന്ന് ഇതുപോലെ തവി കൊണ്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് തട്ടിപ്പൊത്തുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തെളിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാഴത്തടയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. ഇനി തേങ്ങയിലേക്ക് ഒരല്പം ജീരകവും വെള്ളുള്ളിയും ഒന്ന് ചതച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇനി ചെറുതീയിലിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ചുകൂടി രുചികരമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണയിലേക്ക് ഉഴുന്നുപരിപ്പ് മൂപ്പിച്ച് അരിയും കൂടി ഒന്ന് മൂപ്പിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല രുചി കിട്ടും കേട്ടോ. അപ്പം ഞാനിതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇനി അടുത്ത് കോവയ്ക്ക വിഴുക്കുവരട്ടൊന്നും അല്ല ഇത് ഞാൻ കോവയ്ക്ക ഒന്ന് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയുള്ളൂ. എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ചതച്ചിടുകയോ അല്ലെങ്കിൽ കീറിയിടുകയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയോ മുളക് ഇടുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളേ. അടുത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മത്തി മീനാണേ. അപ്പോൾ ഞാൻ അത് മത്തിക്കറി വെക്കാനായിട്ട് ഒരുങ്ങാണ്. ഞാൻ സാധാരണ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് എല്ലാ മീൻകറിയും വെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മത്തിക്കറിയും വെക്കുന്നത്.
ഇത് കുഞ്ഞൻ മത്തിയാണ് കേട്ടോ. പക്ഷെ നല്ല നെയ്യുണ്ടേ. നമുക്ക് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് ഇപ്പം. അല്ലെങ്കിൽ സാധാരണ മത്തിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മത്തിക്ക് നല്ല കുഞ്ഞൻ മത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി ഇത് തേങ്ങ അരച്ച് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലി മുളകും ഒന്ന് വറുത്ത് അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് അരച്ചെടുക്കുന്ന കൂട്ടാണ്. പിന്നെ പാകത്തിന് പുളി ഉപ്പും ചേർത്തെടുക്കും. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത് പ്രത്യേകിച്ച്. അപ്പോൾ വീഡിയോയ്ക്ക് നീളം കൂടി പോകണ്ടെന്ന് വെച്ചിട്ടാണേ. ഇതിനകത്തേക്ക് ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് കുരുമുളക് പൊടിയൊക്കെ മത്തിക്ക് ചേർത്ത് കൊടുക്കാറുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള നാടൻ വിഭവങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. വാഴത്തട പുളിങ്കറി, വാഴത്തട തോരൻ, കോവയ്ക്ക വേവിച്ചത്, പിന്നെ മത്തിക്കറി. ഇത്രയും കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ നാടൻ ഉച്ചഭക്ഷണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളുടെ നാടൻ ഉച്ചയൂണ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.